പിണറായി വിജയൻ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് 2016 പറയുന്നത് 1,50,000 കോടിയായിരുന്നു കേരളത്തിൻ്റെ കടം. 5 വർഷം അവർ ഭരണം പൂർത്തിയാക്കിയപ്പോൾ 2021 അത് 3 ലക്ഷം കോടിയായിരുന്നു പറഞ്ഞാൽ ഇരട്ടിയായി എന്നുള്ളതാണത്. ഇപ്പോൾ അത് ഏതാണ്ട് 6 ലക്ഷം കോടിയായി മാറിയത്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളും ഈ പറയുന്ന ഫ്രീബീസുമെല്ലാം കടം മേടിച്ച് ബാധ്യതകൾ ഉണ്ടാക്കി വരുന്ന ഒരു 100 തലമുറകൾ പോലും തീർത്താൽ തീരാത്ത അത്രമാത്രം ബാധ്യതകൾ ഉണ്ടാക്കിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ 2020 കാര്യത്തിൽ ഞങ്ങൾ ഇത്രയധികം ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ പാചകവാതകത്തിന് 25% സബ്സിഡി കൊടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. വൈദ്യുതി ചാർജിന് 25% സബ്സിഡി, അത് ഗ്രാജുവലി ഞങ്ങൾ 50% ഉയർത്തും. ഇവിടെ കടമെടുത്തല്ല, അതായത് ഒരു ഗുഡ് ഗവേണൻസ്, സദ്ഭരണം, അഴിമതി തടഞ്ഞുകൊണ്ട് ഒരു സദ്ഭരണം കാഴ്ചവെച്ചപ്പോൾ അവിടെ നീക്കിയിരിപ്പ് വന്നു.